അപ്പൊ ഇന്ന് നമ്മള് അച്ഛന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പോർക്കിന്റെ ഒരു റെസിപ്പിയാണ്. സോ വീഡിയോ കാണാം. ടോട്ടല് 1 kg പോർക്ക് എടുത്തിട്ടുള്ളത്. അതിനകത്ത് 700 grams റെഡ് മീറ്റും പിന്നെ 300 ഗ്രാമിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നെയ്യും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു 5 to 6 നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, കുരുമുളക് പൊടിച്ചത്, സവോള 3 എണ്ണം വലുത്, മല്ലിയില, തക്കാളി, ഇതിവിടെ തന്നെ ഉണ്ടായ തക്കാളിയാണ്. പിന്നെ ഇഞ്ചി, ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. അച്ഛാ ഇതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാ അച്ഛാ പറഞ്ഞേ? എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ട് എടുക്കുക ഒരു 1.5 മണിക്കൂർ. ഓക്കെ ശരി, 1.5 മണിക്കൂർ തുടങ്ങിക്കോ. സ്റ്റാർട്ട്. ഹലോ ഗൈസ്, ഞങ്ങളുടെ അസിസ്റ്റന്റ് മാനേജറാണ്. ഞങ്ങൾക്ക് ഇനി ഇഞ്ചി അടിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം കൊല്ലത്തുനിന്ന് ഇറക്കിയേക്കുവാണ്. ചേട്ടാ സൂം ചെയ്ത് കാണിച്ചു. ഹായ് അസിസ്റ്റന്റ് മാനേജർ, ഞങ്ങളുടെ ഒരു യൂട്യൂബിന് ഒരു ഹായ് പറയാം. ഇനി അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാത്രം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പ്രോസസ്സാണ്. സോ ആദ്യം തന്നെ നമ്മൾ മീറ്റാണ് ആഡ് ചെയ്യുന്നത്. മീറ്റ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ആഡ് ചെയ്ത ശേഷം അതിലേക്ക് 3 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവോള വളരെ ചെറുതായിട്ട് അരിയണമെന്നില്ല, നമ്മളെല്ലാം കൂടെ ബോയിൽ ചെയ്തെടുക്കുവാണ്. അതിലേക്ക് ഇനി വെളുത്തുള്ളി ഒരു 20 അല്ലിയാണിത്. ശേഷം തക്കാളി ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 4 to 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 to 4 മതി മീഡിയം ആണെങ്കിൽ. ഈ തക്കാളിയും പച്ചമുളകും രണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അത് നമ്മൾ ഒരു 4 to 5 എടുത്തിട്ടുണ്ട്. ശേഷം ഇനി ഇതിലേക്ക് പൗഡേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 3 ടീസ്പൂൺ മുളക് പൊടിയുടെ അളവ് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം നിങ്ങളുടെ ഒരു എരിവും ഒക്കെ അനുസരിച്ചിട്ട് വേണം ആ ഒരു അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ ഈക്വൽ എമൗണ്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇത്തരം കറികളിൽ കുറച്ച് നേരം നിന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ്. അതൊരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള ഒരു കുക്കിംഗ് ആയതുകൊണ്ട് വളരെ രസമായിരുന്നു. അമ്മും അച്ഛനും അവന്തികയും അമ്മയും വല്യമ്മച്ചിയും എല്ലാവരും കൂടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്ത ഒരു റെസിപ്പിയാണിത്. ശേഷം ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് എഗെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബോയിൽ ചെയ്ത ശേഷവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കൊറിയാണ്ടർ ലീവ്സും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത് അച്ഛൻ്റെ ഒരു നോർത്ത് ഈസ്റ്റ് റെസിപ്പിയാണ്. നോർത്ത് ഈസ്റ്റ് സ്റ്റൈലാണ്. കൈകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തെടുക്കുക. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മസാലയും വെജിറ്റബിൾസും മീറ്റും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് ഫോമിലോട്ട് എത്തിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ പോർക്ക് എന്ന് പറയുന്നത് മോർ ദാൻ 1 hour എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഈ പോർക്കിൽ സം കൈൻഡ് ഓഫ് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 മണിക്കൂർ ഇതങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. സോ അത് മാത്രം മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ജാജു ഫുൾ ഓൺ ആയിരുന്നു. അപ്പോൾ ഭയങ്കര കമൻട്രി ഒക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്താണ് കുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇനി ഇത് വെച്ചിട്ട് ഒരു 1.5 hour കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കുന്നില്ലെന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് അങ്ങനെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പം വേറെ പണിയൊന്നുമില്ല, എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ വെക്കുക. 1.5 മണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ
നമ്മുടെ ആ മീറ്റും അതുപോലെ തന്നെ നെയ്യും ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഉള്ള നെയ്യും എക്സ്ട്രാക്റ്റ് ആയി വന്നിട്ടുണ്ട്. മീറ്റും ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ആ എക്സ്ട്രാ വാട്ടർ ഒന്ന് വറ്റിച്ചെടുക്കണം. സോ അപ്പോൾ ഇതേ നമ്മുടെ പോർക്ക് കറി ഈസ് റെഡി. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ നെക്സ്റ്റ് ടൈം മസ്റ്റായിട്ടും പോർക്ക് റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ ഇതൊന്ന് ഇങ്ങനത്തെ രീതിയിലൊന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. തീർന്നിട്ടില്ല, ഇനി നെക്സ്റ്റ് ആയിട്ട് വെല്ലുമ്മച്ചിയുടെ വക. വെല്ലുമ്മച്ചിയാണ് ഇന്ന് ഞങ്ങൾക്ക് കപ്പ വേവിച്ച് തരാൻ പോകുന്നത്. ഇല്ല വെല്ലുമ്മച്ചി? കപ്പ വേവിച്ച് തരാം. അതെ, കപ്പ പൊളിക്കട്ടെ. ഇതാ ഓക്കെ. വെല്ലുമ്മച്ചി കുറേ റെസിപ്പീസ് ഉണ്ട് സീക്രട്ട്. വെല്ലുമ്മച്ചി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, കുറച്ച് വീഡിയോ എടുക്കാം കേട്ടോ. സെറ്റല്ലേ? സെറ്റല്ലയോ? കുറച്ച് വീഡിയോ റെസിപ്പീസ് പറഞ്ഞു തരത്തില്ലയോ? പറഞ്ഞിട്ട് വരാവുന്ന ഞാൻ പലരോടൊക്കെ പോയി. ഓക്കെ. വെല്ലുമ്മച്ചി കപ്പ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു. വെല്ലുമ്മച്ചി എത്ര സ്റ്റെപ്പ്? ഇനി അരിഞ്ഞിട്ട് കഴുകണം. കഴുകി വാരി വെള്ളം ഒഴിച്ച് അടുപ്പേ വെക്കണം. ഓക്കെ. 2-3 തിളയ്ക്കുന്നൊന്നെ വെന്തോന്ന് നോക്കി ഊറ്റണം. ഓക്കെ. ഇത് ചെറുതായിട്ടാണോ അരിയുന്നത്? മഞ്ഞള്, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, തേങ്ങ ഇത്രയും കൂടെ അരച്ചിട്ട് ഇളക്കി. അപ്പോൾ നമ്മൾ കപ്പ എടുത്തു, അത് നല്ല സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു ശേഷം ഇനി നന്നായിട്ട് ഒരു 3 to 4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പം ജാഞ്ചുവും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല എമൗണ്ടിൽ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് കപ്പ ആഡ് ചെയ്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. നന്നായി വെന്ത ശേഷം ഇനി അതിലേക്ക് വേണ്ട മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ കാന്താരി മുളകാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എരിവ് നിങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അധികം അരഞ്ഞൊന്നും വരണ്ട, വെള്ളമൊന്നും ചേർക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. അപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. ഞാൻ ആ ഒരു പോർഷനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. സോ അത് ഈ പോർഷനിലില്ല. അപ്പം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചൂടായ ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കപ്പ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കപ്പയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കപ്പ കുഴയ്ക്കുന്നത്. അപ്പം വെല്ലുമ്മച്ചിയാണ് അടുത്ത് നിന്ന് പറഞ്ഞു തന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എഫേർട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക. എല്ലാം ആ ഒരു മസാലയും നമ്മുടെ കപ്പയും കൂടെ കമ്പൈൻ ചെയ്ത് വന്ന് അടിപൊളിയായിട്ടുള്ള കപ്പ റെസിപ്പീസ് റെഡി. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ, നമ്മുടെ പോർക്കറി, പിന്നെ ഫിഷ് തലക്കറി ഉണ്ടായിരുന്നു, അതും മോരും. അടിപൊളിയാണ്. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു ഗൈസ്, ബൈ.